സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ വേടന്റെ ഒരുപാട് വാർത്തകൾ കണ്ടതാണ്. വേടനുമായിട്ട് പല സ്ഥലങ്ങളിൽ തെളിവെടുപ്പിന് പോകുന്നു, വേടനെ വനംവകുപ്പ് കൊടുക്കും, ജാമ്യമില്ലാ കേസ് പ്രകാരം അകത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രഹസനങ്ങൾ നമ്മൾ ന്യൂസും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വേടൻ ഇന്നലെ ഈ വനംവകുപ്പിന് പണി കിട്ടിയ രീതിയിൽ വേടന് ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയതിന് പിന്നാലെ നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ വനംവകുപ്പ് മന്ത്രിയും ഒക്കെ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിന് മുൻപൊന്നും ഇവരാരും എന്താ മിണ്ടാഞ്ഞെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഇനി എന്തായാലും പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ നേരത്തെ തന്നെ തടി ഊരാനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ കാണിക്കുന്നത്. നമ്മുടെ വേടന്റെ കഴുത്തിൽ നിന്ന് കിട്ടിയത് ഒരു പല്ലാണെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതന്റെ കഴുത്തിൽ കിടക്കുന്ന 2 പല്ലാണ്. മോഹൻലാലിന്റെ വീട്ടിലിരിക്കുന്ന 4 ആനക്കൊമ്പാണ്. ആ 4 ആനക്കൊമ്പിന്റെ പേരിൽ ഇതുവരെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അതേ നീതി തന്നെ വേടനും കിട്ടണമെന്നുള്ളൊരു ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ നിൽക്കുന്നതെന്നാണ് അവരുടെ പ്രസ്താവനകളിലൊക്കെ പറയുന്നത്. വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് പറഞ്ഞ വാർത്താ സമ്മേളനത്തിലും അതേപോലെ അത് ഇന്ന് മാറ്റി പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു വലിയ പണി മുന്നിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു കളവ് അങ്ങ് മാറ്റിപ്പിടിച്ചു. അവർക്കറിയാം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടച്ചിടാൻ സാധിക്കും, പക്ഷേ വേടന്റെ ആദർശത്തെയും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയങ്ങളെയും അവർക്ക് അടച്ചിടാൻ സാധിക്കില്ല. അതിന് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തീയാണ്. ആ തീയുടെ ഒരു ചെറിയ തരി മാത്രമാണ് വേടൻ. പക്ഷെ വേടൻ പോകുന്ന എല്ലായിടങ്ങളിലും ആ ചെറിയൊരു തരി കയറി അങ്ങ് ആളിക്കത്തും. ആ ആളിക്കത്തൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടതും പല സ്ഥലങ്ങളിലും കൊച്ചിയിലാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നതും. അതുകൊണ്ട് തന്നെയാണ് വേടൻ ഇത്രയേറെ ആളുകൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും. വേടൻ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്തും കാണാൻ വന്ന ഒരു ആരാധകന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മോനെ, ഈ ലഹരി കേസിലൊന്നും പോയി പെടരുത്, അല്ലെ ലഹരി ഒന്നും ഉപയോഗിക്കരുത്, അത് വലിയ വിപത്താണ്. ആ വേടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ 5 വർഷമായിട്ട് അല്ലെങ്കിൽ 4 വർഷമായിട്ട് ലഹരി ഉപയോഗിക്കും, കഞ്ചാവും വെള്ളം അടിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് വേടൻ പറയുന്നുണ്ട്. പക്ഷെ വേടൻ അതിൽ നിന്ന് തിരികെ വരണം എന്നുള്ള ആഗ്രഹവും വേടനുണ്ട്. വർഷങ്ങളായി ഇത് ഉപയോഗിക്കുന്ന ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോയെയും ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി അതേ നീതിന്യായ വ്യവസ്ഥയാണ് വേടനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ കൊള്ളാം, വേടന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ വേടന് ജാമ്യം കൊടുത്തു. പക്ഷേ രാജ്യം വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നീതി എന്ന് പറയുന്ന സാധനം ഒരു ത്രാസാണ്. അത് എത്ര പിടിക്കാൻ നോക്കിയാലും തുല്യമായി നിൽക്കില്ല. കാരണം അതിൽ പണമുള്ളവൻ്റെ ത്രാസ് എപ്പോഴും അത് ഉയർന്നു തന്നെ നിൽക്കും. കാരണം അത് എത്ര അവരെന്ത് തെറ്റ് ചെയ്താലും ഉയർന്നേ നിൽക്കുള്ളൂ. പണം ഇല്ലാത്തവനാണ് ഏറ്റവും താഴെ നിൽക്കും. ആ പണമില്ലാത്തവനെ പിടിക്കാനായിട്ട് നമ്മുടെ പോലീസ് നിൽപ്പുണ്ടാവും താഴെ. അതാണ് ഇവിടെ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനെപ്പറ്റി ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. നല്ല അടിപൊളി സ്ഫുടമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടുകൂടിയാണ് സംസാരിച്ചത്. ചുമ്മാ അവിടെ ഇവിടെയും സുജയ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിടുവാത്തരം പറയല്ല. അപ്പോൾ അദ്ദേഹം വേടനെ പറ്റി പറയുന്നത്, അതായത് ഞാൻ വേടനൊപ്പമാണ്, വേടന്റെ രാഷ്ട്രീയത്തിനൊപ്പമാണ്. പറ്റി ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന വീഡിയോ നമുക്ക് കണ്ടുപോകാം. ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെറുതാണോന്നേ നമ്മൾ എത്ര ചർച്ച ചെയ്തിരിക്കുന്നു. ഈ വയനാട്ടിലും ഇടുക്കിയിലും അങ്ങനെ ഏതെല്ലാം വനപ്രദേശങ്ങളിൽ എത്ര പാവപ്പെട്ട മനുഷ്യരാണെന്നേ ഈ പറയുന്ന കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, പുലിയുടെയും പന്നിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, എത്ര മനുഷ്യർ രക്തസാക്ഷികളായി. അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല, അവിടെ ഒന്നും നിലപാടെടുക്കാൻ സമയമായിട്ടില്ല, അവിടെ ഒന്നും വേണ്ട കരുതലെടുക്കാൻ സമയമായിട്ടില്ല. ഞാനിതാ പ്രശ്നം എന്താ അറിയാമോ? ആദിവാസികളാണ് കൊല്ലപ്പെടുന്നത്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുമില്ല. അപ്പം ആ പ്രശ്നങ്ങളെല്ലാം വെച്ചിട്ട് ഇപ്പൊ പുലിപ്പല്ലിന്റെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഒരു അവധാനത കാണിക്കേണ്ടിയിരുന്നു ഈ കാര്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ടോ? കറക്റ്റ് തീരുമാനമാണെന്നേ. കാരണം മനുഷ്യർ റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വെറും ഒരു മനുഷ്യനായിട്ടല്ല. അയാളൊരു പേരാണ്, അയാളൊരു ജാതിയാണ്, അയാളൊരു വർഗ്ഗമാണ്, അയാളൊരു വംശമാണ്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള രാഷ്ട്രീയവുമുണ്ട്. അങ്ങനെയാണ് വ്യക്തികൾ ഉണ്ടാവുന്നത്. ആ വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ. അതുകൊണ്ട് പുരോഗമനപരമായ ഒരു സമൂഹത്തിന് ചേർന്ന നീക്കങ്ങളല്ല വേടന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വേടനൊപ്പമാണ്, വേടന്റെ രാഷ്ട്രീയത്തിനൊപ്പമാണ്. കണ്ടില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ? അദ്ദേഹത്തിനോട് ഒരുപാട് റെസ്പെക്ട് എനിക്ക് തോന്നുകയാണ് ഈ ഒരു സമയത്ത്. ഒരു ബിഗ് സല്യൂട്ട് ഞാൻ തരികയാണ് സാർ നിങ്ങൾക്ക്. കാരണം നിങ്ങളെപ്പോലുള്ള വ്യക്തികളാണ് സമൂഹത്തിൽ മുന്നിലേക്ക് വന്നിട്ട് സംസാരിക്കേണ്ടത്. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും കേട്ടിട്ട് വന്നിട്ട് വിടുവായത്തരം പറയുന്ന ആളുകളല്ലേ ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ. അദ്ദേഹം വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ അളക്കുന്നത് അവൻ്റെ ജാതി, അവൻ്റെ മതം, അവൻ്റെ നിറം, അവൻ്റെ വർണ്ണം, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ്. അല്ലാതെ ആ വ്യക്തിയല്ല അവർ അളക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലും കണ്ടത്. ആ വ്യക്തിയെ ജാതിയുടെയും അവൻ്റെ വർണ്ണ വിവേചനത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുകയാണ്. അവനെ വർണ്ണത്തിൻ്റെ രീതിയിൽ വിവേചിക്കുകയാണ്. ആ ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വേടൻ്റെ കാര്യത്തിൽ കണ്ടത്. തുല്യനീതി, ഈ ഉന്നത കുലജാതനെ ഒന്നും പിടിക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒന്നും കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ആൾ തന്നെയാണ് ഉന്നത കുലജാതൻ. അത് കേന്ദ്ര സർക്കാരിന് പറ്റുന്നില്ല, കേരള സർക്കാരെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ ശ്രമിക്കണം. ആരെങ്കിലും എടുത്തോ? ഇല്ല. ഇതുവരെയും സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലാണോ അതോ ഇനിയും ഡ്യൂപ്ലിക്കേറ്റ് പല്ലാണോ എന്നുള്ള കാര്യം പോലും അറിയില്ല.
അതിന് ആർക്കും അനങ്ങാൻ വയ്യ, ആർക്കും ഇതിനുള്ള ഉറപ്പില്ല എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് അവിടെ കാണാം. വേടനെ പിടിക്കാൻ കാണിച്ച കഴിവും ചങ്കൂറ്റവും നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി സുരേഷ് ഗോപിയുടെ മോഹൻലാലിന്റെ കാര്യത്തിൽ കാണിക്കണം. ഫോറസ്റ്റുകാരെ പീസ് ഫോറസ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് വലിയ രീതിയിൽ വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചകൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മറക്കുകയാണ്. കാരണം വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെത്തിയെന്ന് പറയും. ഒരു ഫ്ളാറ്റിൽ പിച്ചാത്തിയും വെട്ടുകത്തിയൊക്കെ അല്ലാതെ വേറെ എന്താ അതിനകത്തിരിക്കുക? അത് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ഊക്കൽ കിട്ടും, നാണക്കേടാവുമെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് മാറ്റിയിട്ട് ആയുധത്തിന്റെ പേരിൽ കേസെടുക്കില്ല. പക്ഷേ പുലിപ്പല്ലി ഞങ്ങൾക്ക് വലിയൊരു വിഷയമാണ്. ആ പുലിപ്പല്ലിന്റെ പേര് ഞങ്ങൾ കേസെടുക്കും. മാരാറിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അതിൽ മാരാർ പറയുന്നത് മോഹൻലാലിന്റെ വീട്ടിലിരിക്കുന്ന ആനക്കൊമ്പ് അത് ആന എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശമുള്ളൊരു സാധനമാണ്, പുലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ആനക്കൊമ്പ് സൂക്ഷിക്കുന്ന കുഴപ്പമില്ല, അതൊരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്താണെങ്കിൽ കുഴപ്പമില്ല. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മോഹൻലാൽ വിറ്റാലാണ് പ്രശ്നം. അപ്പോൾ ഈ പുലിപ്പല്ല് സൂക്ഷിക്കുന്ന വലിയ തെറ്റാണെന്ന് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മാരാർ പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഗിഫ്റ്റ് ആയാലും എന്ത് തന്നെയാണെങ്കിലും അതിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ സാധിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേടൻ പറഞ്ഞ് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ തന്നാണെന്ന്, അതുപോലെ മോഹൻലാൽ പറയുന്നില്ലല്ലോ. മോഹൻലാൽ ആരാണ് കൊടുത്തതെന്ന് മോഹൻലാലിന് പറയാനായിട്ട് മോഹൻലാലിന് അറിയില്ല. മോഹൻലാലിന്റെ വിഷയത്തിൽ ഇതുവരെയും വേണ്ട രീതിയിൽ നടപടികൾ എടുത്തിട്ടില്ല. മോഹൻലാലിനെ വെള്ള പൂശാനായിട്ട് നമ്മുടെ സർക്കാരും ശ്രമിച്ചതിന്റെ ഫലമായിട്ട് മോഹൻലാലിന് സർട്ടിഫിക്കറ്റ് കിട്ടി, മോഹൻലാലിന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് മോഹൻലാലിന്റെ വീട്ടിൽ അത് സൂക്ഷിക്കാം, മോഹൻലാലിന് അതിന് ഉടമസ്ഥാവകാശമുണ്ടെന്ന്. ഈ പുലിപ്പല്ല് എന്നുള്ള വിഷയത്തിൽ പണി കിട്ടിയത് വേടനാണെങ്കിലും അതിന്റെ പുലിവാല് പിടിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്താണെന്നുള്ളൊരു ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടുപോകാം. മന്ത്രിയുടെ നിലപാട്, അതായത് ഇന്നലെയും ഇന്നുമായി മന്ത്രി വേടന്റെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടും അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വേടൻ അറസ്റ്റിലായതിന്, വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തതിന് തൊട്ട് അടുത്ത ദിവസം മന്ത്രി നടത്തിയ പ്രതികരണങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ മന്ത്രിയുടേതൊരു ഇരട്ടത്താപ്പ് സമീപനമാണ് എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കാരണം ആദ്യ ദിവസം വേടനെ പോലെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പല തലങ്ങളിലുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു. വനംവകുപ്പിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരടക്കം അറിഞ്ഞുകൊണ്ടാണ് അന്ന് വേടനെതിരെ ഇത്തരത്തിൽ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കോടനാട്ടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. അത് അവരുടെ മാത്രം തീരുമാനമാണ് എന്ന് കരുതാനാവില്ല. കാരണം അത്രമാത്രം കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം രാത്രി ഏറെ വൈകിയായിരുന്നു, വേടനെ കസ്റ്റഡിയിലെടുത്തുന്ന രാത്രി ഏറെ വൈകിയായിരുന്നു എഫ്ഐആർ ചുമത്തിയത്. ആ എഫ്ഐആർ ചുമത്താനുള്ള കാലതാമസം പോലും ഉണ്ടായത് ഈ കൂടിയാലോചനകൾക്ക് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വേടന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥരുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് മന്ത്രി രംഗത്തെത്തിയത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇത്രയും ദിവസം മന്ത്രിക്കൊന്നും പറയാനില്ലായിരുന്നു, പക്ഷെ മന്ത്രി ഇപ്പോൾ വന്ന് പറഞ്ഞതാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്ക് വേണ്ടത്, ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴേ ഞാനിത് പറഞ്ഞിരുന്നു, ഇപ്പോൾ മാധ്യമങ്ങൾ അത് ഉറപ്പ് വരുന്നത്. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പെട്ടെന്ന് കിട്ടിയൊരു അറിയിപ്പിന്റെ പേരിൽ പോയി അറസ്റ്റ് ചെയ്തതല്ല അവിടുന്ന്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്ലാറ്റിലേക്ക് ഇവർ ചെല്ലുന്ന സമയത്ത് തന്നെ ഫോറസ്റ്റിലുള്ള ഉന്നത ആളുകളും അതേപോലെ ഉന്നത മേധാവികളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ന്യൂസിൽ നമ്മൾ കണ്ടതാണ്, വേടനെ ഒരു കേസിൽ പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത കേസിൽ കൊടുക്കണമെന്നുള്ളൊരു ഉറച്ച ലക്ഷ്യത്തോടുകൂടി 3 കേസ് നടപ്പിലാക്കാൻ നോക്കി. ഒന്ന് കഞ്ചാവ് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. പിന്നെ ആയുധം സാധാരണ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം ആയതുകൊണ്ട് അതും പറ്റിയില്ല. പക്ഷേ മൂന്നാമത്തെ സാധനം, ഏറ്റൊരു സാധനം പുലിപ്പല്ല്, അതിലാണ് പിടിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അതും ഇപ്പോൾ ഏകദേശം മൂഞ്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. വേടനത് സമ്മാനമായിട്ട് കിട്ടിയതാണ്. വേടനത് കൊടുത്ത ആളുടെ പേര് പറഞ്ഞു, ആളിനെ പിടിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ എക്സൈസിനോ ഫോറസ്റ്റിനോ ഒന്നും ഇതിനങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ നിർബന്ധിതമായി ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ കരിവാരിത്തേക്കാനായിട്ട് അല്ലെങ്കിൽ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചത് കൊണ്ടും അത് സർക്കാരിന് മോശമായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലായതുകൊണ്ടും അവർ നിർബന്ധിതമായി എന്തിന് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ വിടാം അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടാം എന്നുള്ള ഒരു കാര്യത്തിന്. ഗോപിക്കും മോഹൻലാലിനും കിട്ടാത്ത എന്ത് ശിക്ഷയാണ് വേടൻ എന്ന് പറയുന്ന സാധാരണക്കാരന് കിട്ടുന്നത്? അത് വേടൻ സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് ഈ സാധാരണക്കാരന്റെ അണ്ണാക്കിൽ കയറിയിരുന്ന് മെഴുകുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇവന്മാരെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. അപ്പോൾ അതിൽ പിന്നീട് ഇനി മന്ത്രിയുടെ നിലപാടിനെ പറ്റി നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. മന്ത്രിയുടെ നിലപാട് വ്യക്തമായിട്ടുള്ള നിലപാട് തന്നെ മന്ത്രി പറഞ്ഞു. ആ മന്ത്രി പറയുന്നതൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം, അതെന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. ഈ വേടൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷെ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, നിയമവിരുദ്ധമായി നടന്നിട്ടുണ്ടോ? താങ്കൾ രണ്ടാമത് ചോദിച്ചത് ധാർമ്മികമായി അതിനകത്ത് വീഴ്ചയുണ്ടോ? അപ്പോൾ ധാർമ്മിക വീഴ്ചയ്ക്കൊരു അളവുകളൊന്നും ഇല്ലെങ്കിലും സമൂഹം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? മറ്റൊന്ന്, താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോൾ ഈ കണ്ടെടുത്ത പുലിനഖം വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് അത് ശാസ്ത്രീയമായ പരിശോധന. ആ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം
പോരെ എന്നീ ഉത്കണ്ഠകൾ, എൻ്റെ അഭിപ്രായം, ഉത്കണ്ഠകൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ആ ഉത്കണ്ഠകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ, ഒരു പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ബാധ്യത സാധാരണ നിലയിൽ ഉദ്യോഗസ്ഥന്മാർക്കില്ലെങ്കിലും സർക്കാരിന് ആ ബാധ്യതയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ആ ബാധ്യത കൂടി പരിഗണിച്ച് സർക്കാർ മുന്നോട്ട് പോകുക എന്നതാണ് ഈ സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ ഇദ്ദേഹത്തിനും ആ നീതി കിട്ടണം. അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാൾ വന്നിട്ട് എന്തൊക്കെയാണ് കുണച്ചതെന്നാണ് കമന്റുകളിൽ കാണുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ട് പറയാമെന്നാണ്. അതിനപ്പുറത്തേക്ക് അയാളൊന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ മന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഇങ്ങനെ മുന്നിൽ വന്ന് പറയാനായിട്ട് കാണിച്ച ഒരു ചങ്കൂറ്റത്തിന് ഈ പ്രായത്തിലും മോഹൻലാൽ അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന രണ്ടു പേർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് വേടൻ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ചവനുള്ളതെന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം തന്നെയാണ് ഇതിൽ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. പറയുന്ന ഫോറസ്റ്റിനും പോലീസിനും ഒന്നും അതിനൊന്നും കഴിവില്ല മന്ത്രി സാറേ. അവന്മാർക്ക് ആരുടെയെങ്കിലുമൊക്കെ ഭ്രഷ്ടം താങ്ങാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ PR വർക്ക് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. അല്ലാതെ ഈ ഉന്നത കുലജാതനെയോ അല്ലെങ്കിൽ ഇച്ചിരി കാശിന് മുന്നിൽ നിൽക്കുന്ന സമൂഹത്തിൽ കുറച്ച് അറിയപ്പെടുന്ന ആളുകളെ പിടിക്കാനൊന്നും ഇതിനുള്ള കഴിവൊന്നുമില്ല. വേടന്റെ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ വേടന്റെ ഒരു ഉറച്ച നിലപാടിൽ പോലീസുകാരും ഫോറസ്റ്റുകാരും പേടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരും പേടിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം വേടന്റെ അടുത്ത് ഈ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, വേടന്റെ അടുത്ത് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് വേടൻ പുതിയ പാട്ട് വന്നിട്ടുണ്ട്, പാട്ട് കേട്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ വേടന്റെ മുഖത്ത് നിങ്ങൾ നോക്കുക, വേടന്റെ കണ്ണിലോ മുഖത്തോ നോക്കുക. അതിൽ വേടൻ ഒരു കുറ്റബോധമില്ല. വേടൻ പറയാനുള്ളത് മുഖത്ത് നോക്കി എല്ലാവരോടും പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളാണ്, അല്ലാതെ പറയുന്നില്ല. പക്ഷെ അത് ഞാൻ മാറ്റിക്കോളാം എന്നുള്ള രീതിയിൽ തന്നെ വേടൻ പറയുന്നുണ്ട്. അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. പുതിയ ആൽബം ഇറങ്ങി, കേട്ടിരുന്നോ? ഇഷ്ടപ്പെട്ടിരുന്നോ? വരികളൊക്കെ എങ്ങനെയുണ്ട്? ഇനിയും നല്ല പാട്ടുകൾ വരും, കാത്തിരിക്കുക. കണ്ടില്ലേ, ആ വേടൻ പറയുന്നത് കണ്ടില്ലേ? കണ്ടിരുന്നോ? ഇനിയും നല്ല പാട്ടുകൾ വരും, കാത്തിരിക്കുക. വേടന്റെ മുഖത്ത് ഒരു പേടിയില്ല. പേടി എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരെ പേടിക്കണം? ഈ നാട്ടിലെ നാറിയ നിയമ സംവിധാന വ്യവസ്ഥ എന്തിനു പേടിക്കണം? കാശുള്ളവൻ്റെ ആസനം താങ്ങി കൊടുക്കുന്ന നിയമ സംവിധാന വ്യവസ്ഥയാണ്. അവിടെ നമുക്ക് തലയൂരി പോരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പിടിപാടൊക്കെ വേണം. പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ, വേടൻ്റെ ആ നിലപാടിനെ തന്നെയാണ് നമ്മുടെ സർക്കാരും നമ്മുടെ പോലീസും ഫോറസ്റ്റും പേടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരും വേടനൊപ്പം തന്നെയാണ്. വേടൻ ഈ കാര്യങ്ങളൊന്നും ഒളിച്ചോടാനൊന്നും ശ്രമിച്ചില്ല, കള്ളത്തരം പറയാൻ ശ്രമിച്ചിട്ടില്ല. വേടൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞു. വേടൻ പറഞ്ഞത് ഞാനിത് ഉപയോഗിക്കുന്ന ആളാണ്, പക്ഷേ ഞാനത് തിരുത്താതെ തെറ്റാണ്, തെറ്റ് ഞാൻ സമ്മതിക്കുന്നു, എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് വേടൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. വേടനെ എത്രയൊക്കെ നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ വേടനെ സ്നേഹിക്കുന്ന, വേടന്റെ നിലപാടുകൾ സ്നേഹിക്കുന്ന, വേടന്റെ പാട്ടുകൾ സ്നേഹിക്കുന്ന, വേടന്റെ ആദർശം, വേടന്റെ ആശയം എല്ലാം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത കേരളത്തിലുണ്ട്. ആ ജനതയെ നിങ്ങൾ മനസ്സിലാക്കുക, ആ ജനതയുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കുക. സുജയ പറഞ്ഞല്ലോ, കഞ്ചാവ് അടിച്ചിട്ട് വരുന്ന വേടനെ കാണാനായിട്ട് കഞ്ചാവ് അടിച്ചിട്ട് വരുന്ന ആളുകളാണ് കാണികളെന്ന്. നാണമില്ലാത്ത സുജയ, നിങ്ങൾ RSSന്റെ അടിമയാണെങ്കിൽ അവരുടെ പ്രശ്നം പോയി താങ്ങ്. എന്തിനാണ് നിങ്ങൾ ഈ പാവം പിടിച്ച ആളുകളുടെ മെക്കെട്ട് കയറാൻ നിൽക്കുന്നത്? ഒന്നടങ്കം ഒരു കേരളത്തിലുള്ള ജനതയെ ഒന്നടങ്കം നിങ്ങൾ കരിവരത്തേക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ? ആ നിലപാട് നിങ്ങൾ മാറ്റണം. ആ നിലപാട് നിങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് സവർണ മനോഭാവത്തിൻ്റെ ഇരയാണ് വേടൻ. ആ വേടനെ പറ്റി നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വേറൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. നോക്കൂ, ഈ വേടൻ്റെ വിഷയം ഒരു സമൂഹത്തിലെ ഒരു മനോഭാവത്തിൻ്റെ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം ഈ കാര്യത്തിലുണ്ട്. ആ മനോഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ഈ കേസെടുക്കലും അതേപോലെ തന്നെ തെളിവെടുക്കലും റിമാൻഡ് ചെയ്യലും ഒക്കെ. അപ്പോൾ ഈ മനോഭാവം എന്താണ്? അത് ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായൊരു മനോഭാവമായി തന്നെ ഞാനിതിനെ കാണുന്നു. ആ രീതിയിലാണ് ഈ വിഷയം പരിശോധിക്കപ്പെടേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ, നമ്മൾ ഈ പറയുന്നത് എന്താണ്? റാപ്പർ വേടൻ എന്നാണ് പറയുന്നത്, അല്ലേ? റാപ്പർ വേടൻ എന്നത് 2 വാക്കാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് റാപ്പർ എന്നുള്ളതാണ്. എന്താണ് ഈ റാപ്പർ എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് റാപ്പർ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം എന്ന് പറയുന്നത് 1970-കളിൽ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ സംഗീതമാണ്. മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ തന്നെ, ആ സംഗീതത്തിൻ്റെ പ്രോദ്ഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത്. വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും ഒക്കെയാണ് അത് രൂപപ്പെട്ടത്. ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് അത് രൂപപ്പെടുന്നത്? അവിടെ അടിച്ചമർത്തലുകളും അടിമത്വവും ഒക്കെ ഉള്ളൊരു ഒരു ജനതയും ഒരു രാജ്യവുമാണ്. അവിടെ നിന്നാണ് ഈ റാപ്പ് സംഗീതം ഉണ്ടാകുന്നത്. ആ സംഗീതം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സംഗീതധാരയെ അങ്ങ് പുഷ്ടിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംഗീതധാരയല്ല റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. മറിച്ച് ലോകത്തോട് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതികളെയും തങ്ങളെ അടിച്ചമർത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ശബ്ദവും അറിയിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു സംഗീതധാരയാണ് നമ്മൾ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. അതിൻ്റെ ബീറ്റ് തന്നെ നോക്കിയാൽ ഒരു മാർച്ചിങ് ബീറ്റ് അല്ലേ, ഒരു ചടുലതയുടെ ബീറ്റ് അല്ലേ? അപ്പോൾ ആ ബീറ്റിലൊരു സംഗീതം ഉണ്ടാകുന്നു. അത് പ്രതിഷേധത്തിൻ്റെ സംഗീതമാകുന്നു, അത് പ്രതിരോധത്തിൻ്റെ സംഗീതമാകുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ലോകം ഈ സംഗീതത്തെ അങ്ങ് ഏറ്റെടുത്തു, സംഗീതത്തെ അങ്ങ് സ്വാംശീകരിച്ചു. എന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയം അങ്ങ് ചോർത്തി കളഞ്ഞു. ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള റാപ്പ് സംഗീതമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം പോയി. ആ രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാപ്പ് സംഗീതത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വേടൻ എന്ന കലാകാരൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തിരഞ്ഞെടുത്തത്? അതാണ് രണ്ടാമത്തെ വാക്ക്. റാപ്പർ വേടനിലെ റാപ്പർ ഞാൻ പറഞ്ഞു.
പറഞ്ഞു. ഇനിയിപ്പോൾ വേടെന്നുള്ള വാക്ക് എടുക്കുമ്പോൾ ആ വേടനെ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്, ഏത് വിഭാഗത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്, ഏതൊക്കെയോ പേരുകൾ എടുക്കാമല്ലോ. ഇപ്പോൾ പിന്നെ എന്തെല്ലാം പേരുകൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു. ആ പേര് തിരഞ്ഞെടുത്തതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസി ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നൊരു പേരാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് വേടൻ അദ്ദേഹത്തിന്റെ ഈ കവിതകളിൽ മുഴുവൻ പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമല്ലോ, നല്ല പോയറ്റാണ് അദ്ദേഹം, നല്ല കവിതകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കവിതകളൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത് എന്താണ്, മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിട്ടുള്ള വോയിസ് ഓഫ് വോയിസ്ലെസ്, അല്ലെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിന്റെ ടൈറ്റിൽ തന്നെ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിന്റെ ടൈറ്റിൽ തന്നെ. പറയുന്നതിനകത്ത് പറയുന്നുണ്ടല്ലോ, എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഒരുപക്ഷെ കാണാപ്പാടമായിട്ടുള്ള വരികളാണല്ലേ, ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അതിനുശേഷം അദ്ദേഹം ഒരു അസഭ്യം ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്, ചില അഭിമുഖങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എന്താണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും ഒക്കെ. എൻ്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം. ആ വയലൻസ് ഒക്കെ രാവിലെ കണ്ടുകൊണ്ടും ഉണരുകയും രാത്രിയിൽ അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ബാല്യകാലവും പുറന്തള്ളപ്പെട്ടൊരു ജീവിതവുമാണ് എൻ്റെത്. ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ മനോഹരമായിട്ടുള്ള വരികളാണ്. അതായത് ഈ കേരളത്തിൽ നമ്മളിപ്പോഴും അദൃശ്യമായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തായാലും കാണിക്കാത്ത കുറേ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിൽ പെട്ട ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവനാണ് ഞാൻ. പുറന്തള്ളപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വംശത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കണ്ടില്ല അദ്ദേഹം പറഞ്ഞ എത്ര സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്. വേടൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി തന്നെയാണ് വേടൻ വരച്ചു കാട്ടുന്നത്, അല്ലെങ്കിൽ വേടൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് വേടൻ വരച്ചു കാട്ടുന്നത്. അത് കവിത എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പാട്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ അത് വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത്. അതിൽ കൊള്ളുന്ന ചില ആളുകളുണ്ട്, അത് നല്ല രീതിയിൽ കൊണ്ട ആളുകളാണ് വേടനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നത്, വേടനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന ഒരു തീയെ നിങ്ങൾ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ വെള്ളം കോരി ഒഴിക്കാൻ ശ്രമിച്ചാലും ആ തീ ഒരിക്കലും കെടുകയില്ല. വേടനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനതയല്ല, വേടനെ സ്നേഹിക്കുന്ന 1000 ജനതയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ പോലീസിലും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയാം. വേടൻ എന്തായാലും പൂർവാധികം ശക്തിയോട് തിരിച്ചു വരും. ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു ഹൈപ്പിനപ്പുറത്തേക്ക് വേടൻ നല്ലൊരു ഹൈപ്പ് എത്തിയിരിക്കുകയാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്, മുൻപേ അറിയാം. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴും വേടൻ്റെ ഒരു വ്യക്തിത്വവും വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് പ്രതിദാനം ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇനി വേടൻ ലഹരിയെപ്പറ്റി പറഞ്ഞാലും ഈ ഉപയോഗിക്കുന്ന ആളുകൾ വരെ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് വരും. കാരണം വേടൻ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ഞാൻ ചെയ്തു പോയി, ഇനി ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നാണ്. ആ ഒരു വേടനെയാണ് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ആവശ്യം. ആ ഒരു വേടനെ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം തന്നെയാണ്.